Ma'am, stucking. Stucking, ma'am. Okay. Have you taken your notebook? Okay. Then take back side of it. Back side of it. അതായത് നിങ്ങളുടെ പുറകുവശം മാത്രം എടുക്കാം, മുൻവശം അല്ല കേട്ടോ, പുറകുവശം മാത്രം എടുക്കാം. Ready? Where are you? മോനെ വീഡിയോ ഓൺ ചെയ്തേ. ജുവൽ മരിയ മോളെ കാണുന്നില്ല. ആ ഓക്കെ ഗുഡ്. Good. Ready? Then ടീച്ചർ നമ്മള് നെക്സ്റ്റ് ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയുള്ള റിവിഷൻ നടക്കാൻ പോവാണ്. അതില് ടീച്ചർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാങ്ങി നിങ്ങൾ ആൻസർ എഴുതണം. ടെൻഷൻ അടിക്കണ്ട, തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, മുഹമ്മദ് റാസി ഇവിടെ നോക്കിക്കേ, അലൻ തോമസ് ഒന്ന് ഭിത്തിയെന്നൊക്കെ കൈയൊക്കെ എടുത്തിട്ട് സ്ട്രേറ്റ് ഇരുന്നേ. നമ്മടുത്ത മോനായിരുന്നു അലൻ തോമസ്. അലൻ, ക്യാൻ യു ഹിയർ മീ? ഷോ മീ യുവർ തംബ്. അലൻ തോമസ്, show me your thumb. Can you hear me? Okay. Amanya, Dominic, why are you eating pencil? Are you hungry? Why are you eating pencil? Okay. Then write number 1. Question is, these are living things. Options are plants, tables, and stones. Right? Correct answer. Question is, these are living things. Options are plants, tables, stones. Question മനസ്സിലായോ? Living things ആരാണ്? Plants ആണ്, tables ആണ്, stones ആണ്. അനിക മോഹൻ എഴുതിയോ? അനിക മോഹൻ, നമ്മൾ പഠിക്കുക, ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നമ്മൾ പഠിക്കുക, തെറ്റിയാലും കുഴപ്പമില്ല, പഠിക്കല്ലേ നമ്മള്. ടീച്ചറുടെ ആൻസർ പറയാൻ പോവാണ്, നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്തേ. ആൻസർ ഈസ് പ്ലാന്റ്സ്. ആൻസർ ഈസ് പ്ലാന്റ്സ്. ഉത്തരം ശരിയായോ? ഗുഡ്. Then ക്രിസ്റ്റി ലിവിൻ, ആൻസർ ശരിയാണോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അടിച്ചു വെച്ചോ, കുഴപ്പമില്ല. Kiva, can you hear me? Show me your thumb. Good. First question, answer is plant. Plants. ആൻസർ ശരിയാണോ? ആൻസർ ശരിയാണോ? ഗുഡ്. തെറ്റിയവർ എന്ത് ചെയ്യണം എന്നറിയണോ? തെറ്റുകയോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരികയോ ചെയ്യുന്നതാണോ? റൈറ്റ് ഇത് 3 times. ഇപ്പോൾ തന്നെ 3 പ്രാവശ്യം എഴുതിക്കുക. പ്ലാന്റ്സ് എന്ന് സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുക. PLANTS. ഓക്കെ ദിനാൻ, ഓക്കെ മോനെ ദിനാൻ. Good. Next, question number 2. These are human-made things. Options are clouds, stars, roads. Question is, these are human-made things. Options are clouds, stars, roads. Right answer. Vinya Binoy, can you hear me? Vinya, can you hear me? Good. Anita Philip, good. ജുവൽമേരി എന്താ ആലോചിച്ചിരിക്കുന്നേ? ഉത്തരം ശരിയായ ഉത്തരം വരുന്നില്ല എന്നാണോ? ഓക്കെ, എന്നാൽ ഇതാ ശരിയായ ഉത്തരം. വുമൺ മെയ്ഡ് ഉത്തരം
roads ആണ്. Spelling ROADS. 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 Third question is, these are natural things. These are natural things. Options are bridges, stars, cars. Natural things. Bridges are stars are cars are natural. Bridges, stars, cars, which is natural things. Sinan എഴുതിയോ മോനെ? സിനാൻ പോയല്ലോ, ഇവിടെ പോയി. ആൻസർ ഈസ് സ്റ്റാർസ്. സ്പെല്ലിംഗ് ഒന്നും ആരും പഠിക്കണ്ടല്ലോ അല്ലേ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർ പഠിച്ചപ്പോഴേ സ്റ്റാറിന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിവിംഗ് തിങ്സ്. ഓപ്ഷൻസ് ആർ ഗ്രോ, ഡു നോട്ട് ബ്രീത്ത്, ഡു നോട്ട് നീഡ് ഫുഡ്. ലിവിംഗ് തിങ്സിന് ഭക്ഷണം വേണ്ടെന്നും ശ്വസിക്കുന്നില്ല എന്നും പിന്നെ വളരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? ലിവിംഗ് തിങ്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട മക്കളെ, നോക്കി എഴുതി നോക്കുന്നതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ലിവിംഗ് തിങ്സ് ആൻസർ ഈസ് ഗ്രോ. ആൻസർ ഈസ് ഗ്രോ. ഋഷികേശ്, എന്താ മോനെ എന്തിനാ പറഞ്ഞേ? എന്തിനാ വിളിച്ചേ? ഋഷികേശ്, നോട്ടിന്റെ ബാക്കിൽ എഴുതുന്നുണ്ട്. കേൾക്കുന്നില്ല, ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു മോനെ. നോട്ടിന്റെ ബാക്കിൽ എഴുതുന്നുണ്ട്. ലാസ്റ്റ് പേജ് ഓഫ് നോട്ട്ബുക്ക്. ലാസ്റ്റ് പേജ് ഓഫ് നോട്ട്ബുക്ക്. മിസ്റ്റർ തേർഡ് ആണെന്നാണ്. എന്താ മോനെ? ക്ലിയർ ആവുന്നില്ലല്ലോ മോൻ പറയുന്നത്. മോനെ, നമ്മള് ഇപ്പോൾ എടുത്ത ഒന്നാമത്തെ ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സയൻസ് ബുക്കിന്റെ ബാക്ക് സൈഡ് എടുക്കുക. എന്നിട്ട് അവിടെ ടീച്ചർ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാനാണ് ടീച്ചർ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മോനെ റാസി, അൺമ്യൂട്ട് ചെയ്തിട്ട് സംശയത്തിനമ്മ കൈവയ്ക്കേ. ചോദിക്കാൻ എന്താ മോനെ? ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. ഓ യെസ്, ഓക്കെ. ഇനി ആൻസർ തെറ്റിയവരെ എന്ത് ചെയ്യണം? ഓരോന്നും 3 ടൈംസ്. എന്താ ഹിബ ഒരു മുഖം വിഷമത്തിലിരിക്കുന്നത്? എന്ത് പറ്റി ഹിബക്കുട്ടിയെ? എന്ത് പറ്റിയേ? ചിരിച്ചോണ്ടിരിക്കുന്നു സുന്ദരി കാണാൻ. മിടുക്കി മോളല്ലേ? മുഖം പറഞ്ഞോട്ടോ. എന്ത് പറ്റിയേ? ടീച്ചർക്ക് കാണാം. റെഡി, ഇപ്പൊ മിടുക്കിയായിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. Answer these questions. What are human-made things? Give 3 examples. What are human-made things? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടീച്ചർ എഴുതി അനീറ്റ. അനീറ്റ അൺമ്യൂട്ട് ചെയ്ത മോളെ. Anita, what are you doing? Things made by human beings are called human made okay. Things made by human beings. അല്ലേ? മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങളാണ് man made things എന്ന് പറയുന്നത്. Things made by Hiba. What are you doing there?
Hiba Fatima, what are you doing there? Listen. Okay. അപ്പോൾ what are human made things? Things made by human beings. Give 3 examples. 3 എക്സാമ്പിളും പറയണം. ആരാ പറയുന്നേ? ഓക്കെ, രാജേഷ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ മോളെ. Car, roads and bridges. കാർ, റോഡ്, ഹൗസ് എല്ലാം നമ്മളല്ലേ മാൻമേഡ് തിങ്സ് തന്നെയാണല്ലേ. അപ്പൊ എഴുതിക്കോ. ഏതാ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം? ഹിബ ഫാത്തിമ, ലിസൺ ഹിയർ. വാട്ട് ആർ ഡൂയിങ് ദേർ? ആകെ എന്ത് പറ്റി? ആകെ കൂടെ ഒന്നും ശരിയാവുന്നില്ല കുട്ടിക്ക് അവിടെ. എഴുതിക്കേ. റൈറ്റ് 3 times. Things made by human beings are called human made things. Example: car, road, house. Okay, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഡൊമിനിക്ക് എന്നെ നോക്കണ്ട. തിങ്കേഴ്സ് അൺമ്യൂട്ട് ചെയ്ത മോനെ. ഡൊമിനിക് എഴുതിയോ? ആൻസർ എഴുതിയോ? എക്സാംസ് ഒന്ന് വായിച്ച് കേൾപ്പിച്ച ടീച്ചറെ. ഡൊമിനിക്ക് വായിച്ച് കേൾപ്പിച്ച ടീച്ചറെ. ക്വസ്റ്റ്യൻ കേട്ടില്ലേ മോനെ? പേജ് നമ്പർ മാറ്റുണ്ടല്ലേ. What are human made things? Give 3 examples. That is the question. What are human made things? Give 3 examples. That's the question. What's the answer? things made by human. ക്ലിയർ ആവുന്നില്ല, മുറിഞ്ഞാ കേൾക്കുന്നേ. എന്താ മോനെ? ക്ലിയർ ആവുന്നില്ല, മുറിഞ്ഞാ കേൾക്കുന്നേ. ഒന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. You can't hear. Show me your thumb. Can you hear? Show me your thumb. കേൾക്കാൻ പ്രശ്നം. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ടീച്ചർ പറയുന്നത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് മോഹന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ആർക്കാണ്? ഡൊമിനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തെ. എന്ത് പറ്റി? അനീറ്റ ഫിലിപ്പ്, can you hear me? Yes. Yes. Say the answer for first question. Sorry, say the answer for first question. Korean Joseph. Yes. Say the read the answer. Things made by things. സിനാൻ എന്ത് പറ്റി? വീഡിയോ ക്ലിയർ ആവുന്നില്ല സിനാൻ. Okay, second question. What are natural things? Give 3 examples. What are natural things? Give 3 examples. എന്താ natural things? നോട്ട് ബുക്ക് വായിച്ചു നോക്കിക്കാൻ എന്താണ് എഴുതി തന്നേക്കുന്നത്? അജിത് ജോസഫ്. അജിത് ജോസഫ്. ഇവൽ മരിയ. ഇവൽ മരിയ, unmute yourself.
കിട്ടിയോ? ആ ഉത്തരം പറഞ്ഞേ. ജുവൽ മരിയ നോട്ട് ബുക്ക് എടുത്ത് വായിക്കേ. Things created by nature are called natural. Once again. Things created by nature are called natural things. Sun, rock, land. Okay, good. Can you hear me? Can you hear me now properly? Show me your thumb. Yes. Okay, good. Okay. Then write that answer 3 times. ആരാണ്? അമന്ന രാജേഷ്. എന്താ മോള് ചെയ്യുന്നേ? ഉറങ്ങിപ്പോയോ? സിനാൻ എവിടെ പോരാ ക്ലാസ്സിന്? സിനാൻ sit there. Where are you going? Sit properly. Sinan, sit properly. Okay, good. മുഹമ്മദ് ടി എന്ന പോലെ. മുഹമ്മദ് ടിയുടെ മുഹമ്മദേ എന്ത് പറ്റിയേ? എഴുതിയത് കാണിച്ച നോട്ട്സ് കാണിച്ച ടീച്ചറെ. മോനെ എഴുതി നോട്ട്സ് കാണിച്ച ടീച്ചറെ. മുഹമ്മദ് ടി. മുഹമ്മദ്, can you hear me? മുഹമ്മദ് ടി. നീ മോൻ ഇത്ര നേരം എഴുതിയ നോട്ട്സ് ഒന്ന് കാണിച്ചേ. ഇത്ര നേരം എഴുതിയ നോട്ട്സ് ഒന്ന് കാണിച്ച ടീച്ചറിനെ. മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. മോനിപ്പം അൺമ്യൂട്ട് ചെയ്തേ മോനെ. എന്ത് മോനെ? ആൻസർ എഴുതി തീർന്നില്ലേ? എന്നാ വേഗം എഴുത്. അനഘ സുരേഷ് അൺമ്യൂട്ട് ചെയ്ത് ഉത്തരം പറഞ്ഞ മോളെ. ഓക്കെ, അനഘ സുരേഷ്. അനഘ, can you hear me? ഉത്തരം പറയണേ. Made by living things and need food to and ഇപ്പൊ കേൾക്കുന്നുണ്ടോ മക്കളെ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഹിബയ്ക്ക് കേൾക്കുന്നില്ല. ജുവൽ മരിയക്ക് കേൾക്കുന്നുണ്ട്. മാളവിക, can you hear me properly? Okay, good. Hanna, can you hear me properly? Good. Kurian, good. Anagha Suresh, can you hear me properly? Good. Yes. Then, why do living things need food? Why do Anika മോളെ ടേബിളിലോട്ട് തലം വെച്ച് കിടക്കുവാണ്? ഉറങ്ങിപ്പോവോ? ഇവിടെ ശ്രദ്ധിക്കേ. അനിഹ,
Why do living things need food? എന്തുകൊണ്ടാണ് ലിവിങ് തിങ്സിന് ഭക്ഷണം ആവശ്യമാണെന്ന് പറയാൻ കാരണം എന്താ? നോട്ട് ബുക്കിൽ എഴുതിക്കുന്ന നോട്ട് എടുത്തേ എല്ലാവരും. ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുണ്ടല്ലോ നോട്ടില്, എടുത്തേ. Read the answer. Why do living things need food? എന്തുകൊണ്ടാണ് ലിവിങ് തിങ്സിന് ഭക്ഷണം ആവശ്യമാണെന്ന് പറയാൻ കാര്യം? അൺമ്യൂട്ട് ചെയ്തേ, എന്നിട്ട് പറഞ്ഞേ. Energy. I can't hear properly. Unmute ചെയ്തേ. Why do living things need food? Living things need food to grow and get energy. Good. Living things need food to grow and to get energy. Write it 3 times. Back side of notebook. നോട്ട്ബുക്കിന്റെ പുറകുവശം നമ്മൾ എഴുതാൻ തുടങ്ങിയില്ലേ, അവിടെ 3 പ്രാവശ്യം അത് എഴുതിക്കേ. ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു ഗ്രോ ആൻഡ് ടു ഗെറ്റ് എനർജി. ബിനിയ ബിനോയ് ഫിനിഷ്ഡ്. ബിനിയ അൺമ്യൂട്ട് ചെയ്തേ. ബിനിയ ബിനോയ്. ക്രിസ്റ്റി ലിവിൻ എന്തുട്ടാ അടങ്ങിയിരുന്നേ? കൈയൊക്കെ ശരിക്കും വെച്ചു മുടുക്കനായിട്ട് ഇരുന്നേ. എനിക്ക് കാര്യമായിട്ട് എഴുതുന്നുണ്ടെന്ന് തോന്നല്ലേ? ഹന്ന, what are you doing there? Hanna, listen here. സിനാൻ എന്തുട്ടാ മോനെ കളിക്കുന്ന? മോനെ എവിടെ എണീറ്റ് പോയത്? മൊബൈലും കൊണ്ട് ഓടിയോ? എനിക്ക് കുറച്ച് മരങ്ങളെ മാത്രമേ കാണാൻ. സിനാൻ വേറെ അറിയൂ? ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകുന്നുണ്ടല്ലേ? Made by things made by human. എഴുതിയോ? 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞോ? സ്പീഡിൽ വേഗം എഴുതാ. Why do living things need food? എന്തിനാണ് ലിവിങ് തിങ്സിന് ഭക്ഷണം ആവശ്യമെന്ന് നമ്മൾ പറഞ്ഞു. ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു ഗ്രോ ആൻഡ് ടു ഗെറ്റ് എനർജി. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ലിവിങ് തിങ്സ് need food to get and to grow. That is the answer for that question. Anaga Suresh, Anaga. Okay, good. എനിക്ക് മോളെ ഇവിടെ കിടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. കുറച്ച് പൊങ്ങി ഉയർന്നിരുന്നേ മോളെ. മോളുടെ മുഖടിച്ചിട്ട് കാണത്തില്ല, അതുകൊണ്ടാ പറയുന്നത്. സിറ്റ് പ്രോപ്പർലി. നോ. ഓക്കെ, നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ്. അടുത്ത ക്ലാസ്സിലും നമ്മൾ റിവിഷൻ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഓക്കെ, house. പിന്നെ കമ്പ്യൂട്ടർ. COMPUTER.
അടുത്ത ക്ലാസ്സിൽ മനസ്സിലാവില്ലല്ലോ. ഓക്കെ, നമ്മുടെ സമയം കഴിയാൻ പോവാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, വൈ ഡു യു നീഡ് ടു ബ്രീത്ത്? എന്തിനാ ശ്വസിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ. എന്തിനാ മക്കളെ ശ്വസിക്കുന്നത്? എന്തിനാ ശ്വസിക്കുന്നേ? ഹ്യൂമൻ ബീങ്സ്. നോട്ട് ബുക്ക് എടുത്ത് എനിക്ക് ടീച്ചർ ആൻസർ തന്നിട്ടുണ്ട്. എന്തിനാ തന്നെ വൈ ഡു യു നീഡ് ടു ബ്രീത്ത്? അതിന്റെ ആൻസർ ടീച്ചർ എടുത്തിട്ടുണ്ട്. നോക്കി ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ആരാ ടീച്ചറെ വായിച്ച് കേൾപ്പിക്കുന്നേ? ആൻഷിയാണോ? ആൻഷിയാണോ? ആൻഷി അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. Human beings cannot live without oxygen. അല്ല മോളെ, ടീച്ചർ നോട്ടിൽ എഴുതുന്ന ആൻസറിനെ അത് വായിക്കാനാ പറഞ്ഞേ. നോട്ടിൽ എഴുതുന്ന ആൻസർ എടുത്ത് വായിച്ചേ. നോട്ട്ബുക്ക് തന്നെയാണോ അത്? ഓക്കെ, ഗുഡ്. Body part, lungs, അലൻ തോമസ്. വായിച്ച് അലൻ തോമസ് പറഞ്ഞേ. അലൻ തോമസ്, read that answer. Alan, can you hear me? Then read that answer. മോന്റെ ബുക്കിൽ ടീച്ചർ നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതാന്നിട്ടില്ലേ? അതിന്റെ ആൻസർ എടുത്ത് വായിക്കാനാ ടീച്ചർ പറയുന്നത്. Alan, can you hear me, Alan? Alan, show me your thumb. Computer. Can hear properly. Computer. ഫാത്തിമ, കല്ലത്തരിഞ്ഞൊക്കെ കാണുന്നുണ്ടല്ലോ. അയ്യോ, പഠിക്കാൻ things. ഓക്കെ, then 3 times എഴുതി കഴിഞ്ഞില്ലേ? അനീറ്റ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ മോളെ അനീറ്റ? ഓക്കെ, ഗുഡ്. സിനാനെ എഴുതി കഴിഞ്ഞോടാ? ഗുഡ്, വെരി ഗുഡ്. then ഡൊമിനിക് എഴുതി കഴിഞ്ഞോ മോനെ? പെൻസിലും വായിക്കാനല്ല ടീച്ചർ പറഞ്ഞു, എഴുതാനാ പറഞ്ഞത്. എഴുതിക്കേ. എറിക്ക അഗസ്റ്റിൻ എഴുതി കഴിഞ്ഞോ?
ഓക്കെ ഋഷികേഷ് അൺമ്യൂട്ട് ചെയ്തേ. എന്താ മോനെ പ്രശ്നം? ഋഷികേഷ് എന്താ മോനെ? മോനെന്താ എന്തിനാ കൈ ഉയർത്തി കാണിച്ചേ? Rishikesh, can you hear me? ഒരു വർക്ക്ഷീറ്റ് കാണിച്ചാണൊക്കെ മക്കളെ നെറ്റ് കണക്ഷൻ സ്ലോ ആണ്, അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. നെറ്റ് കണക്ഷൻ വളരെ സ്ലോ ആണ്, അതിന്റെ പ്രശ്നമാണ്. ആ മിസ് എന്നെ എഴുതാൻ പറഞ്ഞേ. കേൾക്കണില്ല മക്കളെ. മിസ് നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞത്. യെസ് മുഹമ്മദ് റാസി. റിവിഷൻ എഴുതാൻ പറഞ്ഞിട്ടേ. മുഹമ്മദ് റാസി അൺമ്യൂട്ട് ചെയ്തിട്ട് എന്താ പ്രശ്നം പറഞ്ഞേ? എന്നെ മോനെ എന്തിനാ കൈ ഉയർത്തി കാണിച്ചേ? എന്തോ കേൾക്കുന്നുണ്ടോ റാസി? മുഹമ്മദ് റാസി, റാസി ക്യാൻ യു ഹിയർ മീ? ഷോ മീ യുവർ തംബ്. മിസ് കേൾക്കുന്നില്ല. ഇപ്പൊ ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ഞാനേ ഇവിടെ ഓരോരുത്തർ കൈ ഉയർത്തി കാണിച്ചു, എന്താ പ്രശ്നം ചോദിക്കാതെ കേട്ടോ. ആർക്കാണ് കേൾക്കാത്ത? തമ്പ് കാണിച്ച് കേൾക്കാത്തവര്. നേരത്തെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല, ഒന്നും ക്ലിയർ മനസ്സിലായിട്ടില്ല. എന്താ മിസ് പറയുന്നതെന്ന് ഒന്നും ക്ലിയർ ഇല്ല. മോളെ ഇവിടുന്ന് ക്ലിയർ ആണ് കേട്ടോ. ഇവിടുന്ന് കണ്ടോ, ബാക്കി കേൾക്കാൻ പറ്റാത്ത കുട്ടികളൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. കേൾക്കാൻ പറ്റാത്ത കുട്ടികൾ മാത്രം. ഒരാള് മിന്യ ബിനോയ്, അവിടെ ഹിബ ഫാത്തിമ. ഓക്കെ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ കുര്യൻ ജോസഫ്. ആ യെസ് ജിവൽ മരിയാം. മിസ് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ഇപ്പോഴോ? മിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. മുറിഞ്ഞു മുറിഞ്ഞു പോവാ. ക്ലിയർ ആവില്ല.